ഇന്നത്തെ സ്പെഷ്യൽ പനീർ മട്ടർ മസാല. അപ്പം ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തണവൊക്കെ മാറി ഇപ്പം ഞാൻ അത് കുക്കറിലേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ, അതായത് ഈ ഗ്രീൻ പീസിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ അത്രയും മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ. അത്രയും വെള്ളം വെച്ച് അതിന് വേണ്ട ഉപ്പിട്ട് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡിയായി. അത് കൂടാതെ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള. ആ സവാള, അതിൻ്റെ കൂടെ ഒരു 6 അല്ലി വെളുത്തുള്ളി. ഇത് രണ്ടും മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. അത് ഇതിൻ്റെ ഗ്രേവി നമുക്ക് റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ അത് ഡ്രൈ അല്ല വേണ്ടത്, കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ നമ്മൾ അത് അരച്ചെടുക്കണം. പിന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ പനീർ, ഒരു ചെറിയ പീസ് പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് കാഷ്യൂനട്ട് കുറച്ച് ഒരു 8 എണ്ണം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേണ്ട ഒരു സാധനമാണ് കസൂരി മേത്തി. ഇവിടെ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ആണ്. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഉപയോഗിക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവയുടെ ചെടിയുടെ ഇല ഉണക്കിയെടുത്തതാണ് ഈ കസൂരി മേത്തി എന്ന് പറയുന്നത്. അപ്പോൾ പാൻ ചൂടായി, പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. അതിൽ 1 ടീസ്പൂൺ ഫുൾ ജീരകം, നല്ല ജീരകം ആഡ് ചെയ്തു. അത് പൊട്ടിച്ചു. അതിനകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി, സവാള പേസ്റ്റാക്കിയെടുത്ത്, അതായത് വെള്ളം ചേർത്ത് അരച്ചെടുത്തത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി ആ എണ്ണയിൽ വഴറ്റിയെടുക്കണം നമ്മൾ. അത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒരു ടമാറ്റർ, അതായത് ഒരു തക്കാളി, അതുപോലെ ഈ കുതിർത്തി വെച്ച കാഷ്യൂനട്ട് അതും കൂടി ചേർത്ത് മിക്സിയിൽ അതും ഒരു പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ഈ പാനിലുള്ളത് ഒരുവിധം നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനോടൊപ്പം ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്, നമ്മുടെ ചുമന്ന മുളക് പൊടി. അതും ചേർത്ത് വഴറ്റി അത് നന്നായിട്ട് വഴന്ന് അതിൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോഴേക്കും ഞാൻ ഉപയോഗിക്കുന്ന ഒരു മസാലയുണ്ട്. ഈ പനീർ മട്ടർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സുഹാന എന്ന് പറയുന്നൊരു കമ്പനിയുടെ മസാലയാണ് ഉപയോഗിക്കാറ്. ആ മസാല ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മസാലകൾ ഇതിനകത്ത് നമുക്ക് ചേർത്താലും ഇങ്ങനെ ഒരു കറി അതിൻ്റെ ടേസ്റ്റിലെത്താറില്ല. അതുകൊണ്ടാണ് ഈ ഒരു പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യാറ് സാധാരണ. അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെയൊക്കെ വീണ്ടും ആ മസാലയുടെയൊക്കെ പച്ചമണം മാറുമ്പോഴേക്കും കസൂരി മേത്തി, ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് ആഡ് ചെയ്തു. അതെപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം, ഞാൻ ഈ സമയത്ത് ചെയ്തു എന്നേ ഉള്ളൂ. അതും ആഡ് ചെയ്ത് അതിന് ശേഷം ഇപ്പോൾ ചേർത്തിട്ടുള്ളത് നമ്മുടെ തക്കാളിയുടെയും കാഷ്യൂനട്ടിൻ്റെയും പേസ്റ്റ്, അതും അരച്ചത് മിക്സിയിൽ അരച്ചതാണ് ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകത്തോട്ട് പനീറിൻ്റെ പീസുകൾ ചേർത്ത് അതിനൊന്ന് പൊതിഞ്ഞ് വെച്ച് കവർ ചെയ്ത് വെച്ചോണം ആ മസാലയൊക്കെ അതിനകത്തോട്ട് ചേർത്തിട്ട് ഒരു കുറച്ച് നേരം വളരെ ചെറിയ തീ തന്നെ നമുക്കതിനൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഗരം മസാലയാണ് ഇതിനകത്ത് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് അതിനൊന്ന് പൊതിഞ്ഞ് വെച്ച് അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഗ്രേവിക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ അത് സെറ്റായി. ഇനി നമുക്ക് ആ കുക്കറിൽ നമ്മൾ അടിച്ചു വെച്ച മട്ടർ അല്ലെങ്കിൽ ആ ഗ്രീൻ പീസ് അതിനകത്തോട്ട് ആഡ് ചെയ്ത്, ഇത് കാഷ്യൂനട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു കുറുകിയ രീതിയിലായിരിക്കും ഇതിൻ്റെ ഈ കറി ഉണ്ടാവുക. ഗ്രേവി ഇത്തിരി തിക്ക് ഗ്രേവി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി അവസാനമായിട്ട് നമ്മൾ മല്ലിയില ചേർത്തു. അതുകൂടാതെ ഞാൻ ലാസ്റ്റ് ഒരു ഫ്ലേവർ എന്നുള്ള രീതിയിൽ ചേർക്കുന്നത്, എല്ലാത്തിനെയും ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ ഷുഗറാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടുന്ന കറി ഇവിടെ നമുക്ക് റെഡി.